നമസ്കാരം ഷാജി ചേട്ടാ. നമസ്കാരം ചേട്ടാ, ഞാൻ മറ്റൊരു വിഷയവുമായിട്ട് ഞാൻ വരികയാണ്. അതായത് താങ്കളുടെ അങ്ങയുടെ സംസാരത്തിനകത്ത് അങ്ങ് പറഞ്ഞു വെച്ചു പോയ ഒരു കാര്യത്തിൽ മാത്രം ഊന്നിക്കൊണ്ടാണ് ഞാൻ ഈ വിഷയം സംസാരിക്കുന്നത്. അതായത് പിണറായി വിജയൻ എന്ന തികച്ചും സ്വാർത്ഥനായ ഒരു സ്വേച്ഛാധിപതിയായ മുഖ്യമന്ത്രി, ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ കൂടെ പാർട്ടിയിൽ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണനെ മറന്ന അദ്ദേഹത്തിന്റെ ശവസംസ്കാരം നടത്തുന്നതിന് മുമ്പ് ഇദ്ദേഹം കാട്ടിക്കൂട്ടിയ കുറെ വിക്രിയകൾ എന്ന് വേണമെങ്കിൽ പറയാം. പിണറായിയുടെ ഈ അവസരത്തിൽ പാർട്ടിക്ക് ഉണ്ടായിരിക്കുന്ന ഈ ഒരു വല്ലാത്ത അവമതിപ്പിൽ കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് കോടിയേരിയുടെ ഭാര്യ ഇപ്പൊ ഏതോ ഒരു ചാനലിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടാ, കോടിയേരിയോട് ഇയാൾ കാണിക്കുന്ന ഈ പറയുന്ന ചേട്ടൻ പറയുന്ന പോലെ മിസ്റ്റർ വിജയൻ എന്ന ഈ മനുഷ്യൻ കാണിക്കുന്ന സ്നേഹം കപടമായിരുന്നില്ലേ? അയാളെ ശവശരീരം തിരുവനന്തപുരത്ത് പോലും കൊണ്ടുവരാതെ അതെല്ലാം കാണിച്ച ഈ മനുഷ്യന്റെ സ്വാർത്ഥതയെക്കുറിച്ചും കോടിയേരിയെക്കുറിച്ചും ഒന്ന് വിലയിരുത്താമോ? അത് തീർച്ചയായും എന്താ പറയുക, ഇതിന്റെ ഒരു വിഷയം എന്താ പറഞ്ഞാൽ, നമ്മൾ കേരളത്തിലുള്ള ആളുകൾക്ക് യഥാർത്ഥത്തിൽ ഈ പറയുന്ന വിജയൻ എന്ന് പറയുന്ന പെരും കള്ളനെ, കാവട്ടിക്കാരനെ, വഞ്ചകനെ അവർക്ക് അറിയില്ല. ഇത് അവരറിഞ്ഞിപ്പോ തുടങ്ങുന്നത് ഇവിടുന്നാന്ന് പറഞ്ഞാല്, അറിഞ്ഞു തുടങ്ങുന്നതല്ല, ഒരുപക്ഷെ ഡൗട്ട്ഫുൾ ആയി തുടങ്ങുന്നത് ഇവിടുന്നാന്ന് പറഞ്ഞാൽ അൻവർ ഈ പറയുന്ന വെടി പൊട്ടിച്ചതിന് ശേഷമാണ്. അതുവരെ ഉണ്ടായിരിക്കുന്ന വിമർശനങ്ങളല്ലാതെ രാഷ്ട്രീയമായ വിമർശനങ്ങൾ മാത്രമേ അത് ആ രീതിയിൽ മാത്രമേ അതിനെ പരിഗണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പൊതുജനം. പക്ഷെ ഇന്നിപ്പോ ഈ അൻവർ ഇത് പറഞ്ഞു തുടങ്ങിയതോടെ എന്തായി എന്ന് പറഞ്ഞാല്, ഇയാൾ മഹാനീചനും ചതിയനും വഞ്ചകനും ഒറ്റുകാരനുമാണ് എന്ന് വളരെ കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു വരികയാണ്, പ്രത്യേകിച്ച് പാർട്ടിക്കാർക്ക് ബോധ്യപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ മിസ്റ്റർ വിജയൻ എന്ന് പറയുന്ന ഈ വിദ്വാനെ യഥാർത്ഥത്തിൽ അറിയാവുന്നവരാരാണ്? അത് പിണറായിക്കാർക്ക് മാത്രമാണ്. മറ്റാർക്കും ഇയാളെ അറിയില്ല എന്നുള്ളതാണ്. ആർക്കും അറിയില്ല. എനിക്ക് ഇയാളെ അറിയാവുന്ന പറയുന്നത് എന്താ പറഞ്ഞാൽ, ഇവൻ എൻ്റെ അമ്മയുടെ മുല കുടിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ അമ്മയുടെ മുല കുടിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ വളർന്നതാണ്. ഇവന്റെ വായിൽ ഉച്ചക്ക് സ്കൂളിൽ വരുന്ന ചോറ് ഉരുട്ടി വായിൽ വെച്ച് കൊടുത്തിട്ട് ഇവൻ സ്കൂളിൽ കൂട്ടിക്കൊണ്ടുപോകുന്നത് പോലും എൻ്റെ അമ്മ ചീരൂട്ടിയാണ്. അങ്ങനെ ഉണ്ടായിരിക്കുന്ന അവരുടെ കാലം തൊട്ട് തന്നെ എനിക്കറിയാമെന്ന് പറയുന്നതല്ല, പക്ഷെ അങ്ങനെ ഉണ്ടായിരിക്കുന്ന ഒരു വൈകാരിക ബന്ധം എൻ്റെ അമ്മയും ഇയാളും തമ്മിലുണ്ടായിരുന്നു. ഇത്തരമുള്ള ഒരു അവസ്ഥയിൽ ഈ പിണറായി എന്ന് പറയുന്ന ഗ്രാമത്തിനകത്ത് ഇയാൾ എന്തായിരുന്നുവെന്നും, പഴയ എന്താ പറയാ, നമ്മുടെ തിരിപ്പുകളി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. തിരിപ്പുകളി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമെന്നൊക്കെ അറിയില്ല. നമ്മുടെ ഈ ടങ്കിലർ വെച്ചിട്ട് കളിക്കുന്ന ചില ചക്രം തിരിച്ചിട്ട് ചവിട്ടിത്തിരിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. എല്ലാം തരികിട സംഭവങ്ങളാണ്. ഇത്തരം തരികിട സംഭവങ്ങൾക്കകത്ത് അങ്ങേയറ്റം അസംബന്ധമായ ഒരു പശ്ചാത്തലത്തിൽ വളർന്നു വന്നിട്ടുള്ള ഒരു കുട്ടിയും കൂടിയായിരുന്നു വാസ്തവത്തിൽ ഇയാൾ. അപ്പൊ അതിന്റെ എല്ലാവിധ നമ്മളെ ഒരു ഏറ്റവും നല്ല ഭാഷ, എല്ലാവിധ ചെറ്റത്തരങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇയാൾ വളർന്നത്. ശരിക്കും ആ വളർച്ചയിടയിലാണ് ഇയാൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ഉണ്ടായിരിക്കുന്ന ഒരു ബന്ധം, ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരിക്കുന്ന ബന്ധം സ്ഥാപിക്കുന്നത് ഏറ്റവും നിർണായകമായ പങ്കുവെച്ചത് ആരാന്ന് പറഞ്ഞാൽ, ഒന്ന് അത് എൻ്റെ അമ്മ ചീരൂട്ടിയാണ്, ചീരൂട്ടിയുടെ കുടുംബമായിട്ടുള്ള ബന്ധമാണ്. അതിനേക്കാൾ ഉപരിയായി ഈ പറയുന്ന എൻ്റെ അച്ഛൻ പാണ്ഡ്യാലോക, ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഇയാളുടെ വളർച്ച. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയത്തിലാണ് ഇതാണ് ഇയാളുടെ ഒരു വളർച്ച എന്ന് പറയുന്നത്. പിന്നീട് ഇയാൾ ചെയ്യുന്ന പ്രവൃത്തികൾ മുഴുവൻ എന്താണെന്നറിയോ? അത് മുഴുവൻ തന്നെ പറ്റിക്കുക, ചതിക്കുക, വഞ്ചിക്കുക എന്നുള്ളതാണ്. ഇതിലിപ്പം നമ്മുടെ കോടിയേരിയെ കുറിച്ച് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞ വിഷയം, കോടിയേരിക്ക് ഇയാളോട് ഒരു കമ്മിറ്റ്മെന്റും ഇല്ല. ഇയാൾ പറയും എൻ്റെ അനുജനായിരുന്നു, എൻ്റെ സഖാവായിരുന്നു. അന്ന് ഈ പറയുന്ന കോടിയേരിയെ കണ്ണൂരിൽ ചേട്ടാ തെറ്റിപ്പോയി. കോടിയേരിക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ടാവും, ഇയാൾക്ക് കമ്മിറ്റ്മെന്റ് ഇല്ല എന്നാണ്. അല്ലല്ല ഞാൻ പറയാം, കോടിയേരിക്ക് അല്ല, ഞാൻ തിരിച്ചാണ്, കോടിയേരിക്കും ഇയാളോട് കമ്മിറ്റ്മെന്റ് ഉണ്ടാവില്ല. എന്താ കാര്യം എന്നറിയോ? കോടിയേരിക്ക് കൃത്യമായിട്ട് ഇയാളെ അറിയാവുന്നത് കൊണ്ടാണ്. കൃത്യമായിട്ട് ഇയാളെ അറിയാം. പക്ഷേ ഒരു പാർട്ടി സംഘടനാ സംവിധാനത്തിനകത്ത് ഇതെങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയുന്ന ഒരാളായിരുന്നു പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ കോടിയേരി. അതാണ് കോടിയേരിയുടെ മൂല്യം എന്ന് പറയുന്നത്. അതാണ് കോടിയേരിയുടെ മൂല്യം. അതുകൊണ്ട് കോടിയേരിയോട് വിയോജിപ്പോ എതിർപ്പോ ഉണ്ടാക്കുന്ന ഒരൊറ്റ സഖാവും ഈ പാർട്ടിക്കകത്ത് ഉണ്ടാവില്ല. കാരണം കോടിയേരിക്ക് ഹൗ ടു മാനേജ് ഇറ്റ് അത് അദ്ദേഹത്തിന് അറിയാം. ഈ അറിയാവുന്ന അവിടെയാണ് നിങ്ങൾ എന്താണെന്ന് പറയാം. അതായത് ഞാൻ എന്റെ പോയിന്റിലേക്ക് ഞാൻ വരികയാണ്. അതിനകത്ത് വരുന്നൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരു കേഡറേയും ഇന്ന് വരെ കൊണ്ടുവന്നിട്ടില്ല. ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഈ പറയുന്ന പേരും കള്ളൻ ഏതൊരു കേഡറെയാണ് അയാൾ കേരളത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്, പിണറായിയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങളിപ്പോ ഞാൻ സ്ഥിരമായി പറയുന്നതാണ്, നിങ്ങൾ ഈ പറയുന്ന ഇയാളുമായിട്ടുള്ള സൗഹൃദ ബന്ധത്തിനകത്ത് വിടുന്നത് ഇയാൾ ഏറ്റവും വലിയ പിടിച്ചുപോകാരനായിട്ട് ഇപ്പൊ ഇരിക്കുന്ന കാര്യമാണ് ADGP ആയിരിക്കുന്ന അജിത് കുമാർ. അയാൾ എന്താണ് എന്ന് ഇപ്പോൾ പബ്ലിക്കിന്റെ മുമ്പിൽ റിവീൽ ചെയ്യപ്പെട്ടിരിക്കുന്നു. രണ്ടാമത് ആരാണ്? മാതൃകാപരമായ പ്രവർത്തനം നടത്തിയെന്ന് പറയാവുന്ന P ശശിയാണ്. ഇതാണ് നമ്മുടെ മുമ്പിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അധികാര കേന്ദ്രങ്ങൾക്ക് വരുന്ന രണ്ട് പ്രധാനപ്പെട്ട സാധനങ്ങൾ.
മൂന്നാമത് വരുന്ന ആൾ ആരാണ്? മൂന്നാമത് വരുന്നത് ഇയാളുടെ മരുമകനായിരിക്കുന്ന റിയാസാണ്. ആ റിയാസിനെതിരെയും ഇപ്പുറത്ത് വരാവുന്ന ഗുരുതരമായിട്ടുള്ള ആരോപണം വന്നിട്ടുണ്ട്. അതാണ് നിൽക്കട്ടെ. ഈ പറയുന്ന രണ്ടാളുകൾ, ഇങ്ങനെ വരാവുന്ന ആളുകളെ മാത്രമാണ് ഇയാളുടെ സൗഹൃദ ബന്ധത്തിലേക്ക് ഇയാൾ കൊണ്ടുവന്നത്. ഇവരെല്ലാവരും വാസ്തവത്തിൽ ആരാണ്? ആന്റി സോഷ്യൽ എലമെന്റ്സ് ആണ്. എന്നാൽ കോടിയേരി ഇത് അങ്ങനെ ആയിരുന്നില്ല. കോടിയേരിക്ക് എന്താണെന്ന് ഇങ്ങനെ ഒരുപാട് ആളുകളായിട്ട് ബന്ധങ്ങൾ. ആ ബന്ധമുള്ളതിന് ഏറ്റവും നിഷ്കപടമായ ഒരു ധീരത അയാൾ കാണിച്ചത്, അയാളുടെ മക്കൾക്കെതിരായി ഗുരുതരമായിരിക്കുന്ന ആരോപണം വന്നു. മകൻ പരപ്പനഗ്രഹാര ജയിലിനകത്തായി. ആ മനുഷ്യൻ അന്നേരം ക്യാൻസർ ബാധിച്ച് മരണമെന്ന് പറയുന്ന മഹാസത്യത്തോട് മല്ലടിക്കുകയാണ് അയാൾ. ആ മല്ലടിക്കുന്ന അവസരത്ത് പോലും അതിന്റെ സർവ്വവിധ സങ്കടങ്ങളും, അതായത് തന്റെ മക്കൾ പോലും എന്നെ മനസ്സിലാക്കുന്നില്ല എന്നുള്ള ഏറ്റവും നിസ്സഹായമായിരിക്കുന്ന ഒരു അവസ്ഥയിൽ ആ മനുഷ്യൻ എത്രയോ തവണ കരഞ്ഞിട്ടുണ്ടാവും. ആ കരച്ചിലെല്ലാം അയാൾ പബ്ലിക്കിന് മുമ്പിൽ കാണിക്കാതെ ഞാൻ മാറി നിൽക്കുകയാണെന്ന് പറയാവുന്ന വലിയ ജനാധിപത്യബോധം കാണിച്ചു. അതാണ് അദ്ദേഹം ഈ പാർട്ടിയോട് കാണിക്കുന്ന ഏറ്റവും വലിയ മര്യാദയും മാന്യതയും ബഹുമതിയും. അതാണ് ഈ മാന്യതയും ബഹുമതിയും മര്യാദയും കാണിക്കാൻ ഈ പറയുന്ന യൂസറെ സഹായിക്കുന്ന ഈ മുഖ്യമന്ത്രിക്ക് ഇപ്പോഴും ധൈര്യമുണ്ടോ? അയാൾക്ക് ധൈര്യമുണ്ടോ? MR അനിൽകുമാർ എന്ന് പറയുന്ന ഒരാളെ മാറ്റണം എന്ന് പറയുമ്പോൾ അതിനയാൾ തയ്യാറല്ല. ശശിയെ മാറ്റണമെന്നുള്ള CPI പോലും ആവശ്യപ്പെടുന്നത് ഇയാൾ പറയുന്ന ഒറ്റ കാര്യം മാത്രമേ ഇയാൾ പറഞ്ഞുള്ളൂ. മാതൃകാപരമായ സേവനമനുഷ്ഠിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പൊ ഇങ്ങനെ പറയാൻ മാത്രം ഉണ്ടാക്കിയ ആളായി മാറുമ്പോൾ അയാൾക്ക് ഈ പാർട്ടിയുമായി യാതൊരു തരത്തിലുള്ള ജൈവ ബന്ധമോ വൈകാരിക ബന്ധമോ ഇല്ല. പക്ഷേ കോടിയേരിക്ക് പാർട്ടി എന്ന് പറയുന്നത് എന്തായാലും പാർട്ടി അയാളുടെ വികാരമായിരുന്നു. പാർട്ടിക്കകത്ത് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരുപടി സംഭവത്തിന് നമ്മൾ വിയോജിപ്പ്, അതെല്ലാം വേറെ വിഷയമാണ്. പക്ഷേ ഒരു കേഡറെ നശിപ്പിക്കുന്ന ഒരു തലത്തിലേക്ക് ഒരിക്കൽ പോലും ആരും കോടിയേരി പോയിട്ടില്ല. ഒരു കേഡറെ വേണം നശിപ്പ്. ഏത് വിഷയം ഉണ്ടായിക്കഴിഞ്ഞാലും കോടിയേരി അടുത്ത് പോയി സംസാരിച്ചു കഴിഞ്ഞാൽ അത് പരിഹരിക്കാൻ ആവശ്യമായിരിക്കുന്ന ഒരു എന്താ പറയാ ഒരു മാജിക്കൽ സൊല്യൂഷൻ അയാളുടെ കയ്യിലുണ്ടായിരിക്കും. ഈ മാജിക്കൽ സൊല്യൂഷൻ ഇത് സംഘടനാപരമായി ശരിയാണെന്ന് രണ്ടാമത്തെ അതെല്ലാം മാറ്റി നിർത്തുക. ഇതൊരു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയായി മാറിയതോടെ തന്നെ ഇതിനകത്ത് പാർട്ടി അച്ചടക്കത്തെ നമ്മൾ 100% രാജ്യത്ത് നടക്കണമെന്ന് ഞാൻ നടപടിയാവാത്ത വിഷയമാണ്. പക്ഷേ ഒരു ജനാധിപത്യപരമായ അവസ്ഥയിൽ പൊതുസ്വീകാര്യ മണ്ഡലത്തിന് വെച്ച് പരിഹരിക്കാവുന്ന രീതിയിലേക്ക് ഏത് വിഷയത്തെയും പരിഹരിക്കാൻ കോടിയേരിക്കുണ്ടായിരിക്കുന്ന ഒരു മികവ് അസാമാന്യമായിരിക്കുന്ന മികവായിരുന്നു. ഈ മികവ് എല്ലാം നിലനിൽക്കൊണ്ടായിരുന്നു ഈ പറയുന്ന മുഖ്യമന്ത്രിയും ഇയാൾ തമ്മിലുണ്ടായിരിക്കുന്ന എല്ലാ വിഷയത്തെയും ഇയാൾ മറികടന്നുപോയി. കോടിയേരി എന്താ പറയാ റേഡിയേഷന്റെ മാരകമായ ഒരു അവസ്ഥ കിട്ടി ആ മനുഷ്യനാകെ സത്യത്തിൽ സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായിരുന്നിട്ട് പോലും അദ്ദേഹം വന്നിട്ട് AK സെന്ററിൽ വന്നിട്ട് നടക്കുന്ന വാർത്താ സമ്മേളനം, എന്റെ കണ്ണു മുമ്പിൽ ഇപ്പോഴുള്ള വാർത്താ സമ്മേളനമാണ്. ആ വാർത്താ എത്ര മനോഹരമായാണ് അയാൾക്ക് ന്യായീകരിക്കാനുള്ള പാർട്ടിയെ ന്യായീകരിക്കുകയും ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്ന പേരും കള്ളനെ അയാൾ ന്യായീകരിച്ചു കൊടുത്തെന്ന് ന്യായീകരിക്കുന്നു. ഈ ന്യായീകരിക്കുമ്പോൾ അയാൾ കാണിച്ചിരിക്കുന്ന ഒരു സത്യസന്ധതയും നിഷ്കപടതയുണ്ട്. ആ നിഷ്കപട ഒരംശം 1,00,000 കോടി ഒരു അംശം ഇയാൾ ഇവിടെ കാണിക്കണമായിരുന്നു. കോടിയേരി മരിച്ചപ്പോ നേരെ ബോഡി ഇവിടെയാ കൊണ്ടുവന്ന്, കണ്ണൂരാ കൊണ്ടുവന്ന്. ജനം TVക്കകത്ത് ചർച്ചക്കകത്ത് അന്ന് ഞാൻ പറഞ്ഞതാണ്, ഈ അഭിനയത്തിന് ഇയാൾക്ക് അന്ന് എന്താ പറയാ, ഇയാൾക്ക് നിൽക്കാൻ കഴിയാത്ത ഇരുന്ന് ഈ കസേരയിൽ വീണ് പോകുന്നൊരവസ്ഥയാണ് ഇവിടെ ഈ പയ്യാമ്പലത്ത്. അന്നേരം ഞാൻ പറഞ്ഞു ഓസ്കാർ അവാർഡ്, ഈ വർഷത്തെ ഓസ്കാർ അവാർഡ് ഇയാൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ സാധനം ഞാനന്ന് പറഞ്ഞതാണ്. ഇത് എനിക്ക് ഇയാളെ അറിയുന്നതുകൊണ്ടാണ്. ജീവിതത്തിൽ ഞാൻ ചോദിക്കട്ടെ, ഇത് ഏറ്റവും ക്ലാസിക്കലായ മറ്റൊരു ഉദാഹരണം കൂടി ഞാൻ പറയട്ടെ. വയനാടിൽ ഈ ഇഷ്ടംപോലെ എത്രയോ ആളുകൾ, നമുക്ക് അറിയില്ല ഇപ്പോഴും എത്ര ആളുകൾ മരിച്ചു എന്ന് അറിയില്ല, കണക്കില്ല ഇപ്പോൾ നമ്മുടെ. ആ മരിച്ചിരിക്കുന്ന സ്ഥലത്ത് ഈ മുഖ്യമന്ത്രി എന്ന് പറയും ഇവന്റെ സർവ്വവിധ പദവിയും എന്താ പറയാ ആടയാഭരണങ്ങളും അധികാരവും എല്ലാം ഉപയോഗിച്ച് ഈ യൂസ്ലെസ് അവിടെ പോയപ്പോ അവിടെ കിടക്കുന്ന ആളുകളെ കാണാൻ പോകുമ്പോൾ ഇയാൾ പറഞ്ഞ എന്റെ ഷൂവിന് ചളിയുണ്ടെന്നാ പറഞ്ഞു. അല്ലേ ഇത് പറഞ്ഞിരിക്കുന്ന ഇത്രയും അധമനായിരിക്കുന്ന ഒരാൾ ആ അധമത്വത്തിന്റെ ഏറ്റവും ക്ലാസിക്കൽ ഉദാഹരണമാണ് ഇയാൾ ഇവിടെ കാണിച്ചത് ഈ പറയുന്ന കോടിയേരി മരിച്ച ഘട്ടത്തിലും ഇയാൾ കാണിച്ചത് തന്നെയാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തിൽ നിന്ന് ഇദ്ദേഹം ഒന്നും വിളിക്കാനില്ല അതുകൊണ്ട് ഇയാളിൽ നിന്ന് അത്തരത്തിലുള്ള ഒരു സാധനവും പ്രതീക്ഷിക്കുക സാധ്യമേയല്ല. ഇത്ര വിരൂപനായിരിക്കുന്ന ഒരാൾ, ഈ വിരൂപത്വം ഇയാൾക്കുള്ളത് കൊണ്ടാണ് ഇയാൾ ഇത് ചെയ്തതെന്നറിയോ. ഇപ്പൊ ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. കൂത്തുപറമ്പിൽ മാറോളി കെട്ടിൽ നടത്തിക്കുന്ന വെടിവെപ്പ്, കൂത്തുപറമ്പ് വെടിവെപ്പ് എന്ന പ്രമാദമായ വെടിവെപ്പ്, ഏതാണ്ട് 30 വർഷക്കാലത്തേക്ക് ആവാൻ പോകുന്ന കൂത്തുപറമ്പ് വെടിവെപ്പ്. ആ വെടിവെപ്പിനകത്ത് നട്ടലിൽ വെടികൊണ്ട് പുറത്ത് കിടക്കുന്ന, പിന്നാമ്പുറത്ത് വെടികൊണ്ട് കിടന്നിരിക്കുന്ന പുഷ്പൻ ഇന്ന് മരിച്ചു. ഈ പുഷ്പൻ ഉൾപ്പെടെയുള്ള ആളുകൾ കൊല്ലപ്പെട്ടത് നേരത്തെയുള്ളവർ കൊല്ലപ്പെട്ടത്, പുഷ്പൻ ഇതേപോലെ ജീവിക്കുന്ന രക്തസാക്ഷിയായി ജീവിച്ച് ഇന്ന് മരിക്കരുത്. ആരുടെ ദുർബുദ്ധിയുടെ ഭാഗമായിരുന്നു? തനിക്ക് അധികാരത്തിന്റെ പദവിയിലേക്ക് എത്താൻ MVRനെ കൊല്ലാൻ തീരുമാനിച്ച ഗൂഢാലോചനയുടെ ചതിയിൽപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് വാസ്തവത്തിൽ ആരെന്നറിയോ? ഈ പറയുന്ന പുഷ്പൻ.
അന്ന് ഞാൻ അതിനുശേഷം ഞാൻ നടത്തിയിരിക്കുന്ന പ്രസംഗത്തിനകത്ത് ഞാൻ പറഞ്ഞാണ്, ഈ MBR എന്നെങ്കിലും ഏതെങ്കിലും ഒരു കാലത്ത് CPM-ലേക്ക് തിരിച്ചു വരുമെന്നുള്ള ഒരു സംശയത്തിന്റെ മേലെ താഴിട്ട് പൂട്ടി അതിന്റെ താക്കോല് ട്രൗസറിന്റെ കീശയിലിട്ടിട്ട് പോയിരിക്കുന്ന കള്ളനാണ് ഇയാളെന്ന് ഞാൻ പ്രസംഗിച്ചാണ്. ഈ കൂത്തുപറമ്പ് മാറോളി കെട്ടിൽ ഷാജി പ്രസംഗിച്ചാണ്, ഞാൻ പ്രസംഗിച്ച ഈ സാധനം. ഇന്ന് ഈ പറയുന്ന പുഷ്പം മരിച്ചു. പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്ന് പറയുന്ന കവിതയെ എഴുതി പാട്ട് എഴുതി നാട്ടുകാർ പോകുമ്പോൾ ഈ പുഷ്പൻ എന്തിനു വേണ്ടിയായിരുന്നു വാസ്തവത്തിൽ കൊല്ലപ്പെട്ടത്? അടിസ്ഥാനപരമായ ചോദ്യമാണത്. അടിസ്ഥാനപരമായ ചോദ്യമാണ്. ആർക്ക് വേണ്ടിയാണ് കൊല്ലപ്പെട്ടത്? ഈ പുഷ്പൻ അന്ന് ഉയർത്തിയിരുന്നത് എന്ന് പറയുന്ന ഡിവൈഎഫ്ഐ ഉയർത്തി എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഏതാണ്? ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് പറഞ്ഞാൽ മറ്റേ സ്വാശ്രയ കോളേജുകളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇപ്പോഴോ ഇയാൾ വന്നതിന് ശേഷം ശരിക്കുന്ന കെടുതി എന്താണ്? ശരിക്ക് സ്വാശ്രയ കോളേജുകളുടെ പെരുമഴയാണ് ശരിക്കും, അല്ലേ? പെരുമഴ. യൂണിവേഴ്സിറ്റികൾ പോലും പുറത്തുനിന്ന് വരികയാണ്. പുഷ്പൻ എന്തിനായിരുന്നു വെടികൊണ്ടുപോകുന്നത്? ഈ ഒരു പാതകം ചെയ്തതിനകത്ത് ഇന്നേ വരെ ആ മനുഷ്യന്റെ മനസ്സിനകത്ത് ഒരു സങ്കടമോ ഒരു ലാഞ്ചന എന്തെങ്കിലും ഇയാളെ മനസ്സിലുണ്ടായിട്ടാവോ? ഇതും ഉണ്ടായിട്ടുണ്ടാവില്ല. നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ അതും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്ന സാധനമാണ്, ഇയാള് വൈദ്യുതി സഹകരണ വകുപ്പ് മന്ത്രിയായതിനു ശേഷം മനോരമ പത്രത്തിനകത്ത് നടത്തിയിരിക്കുന്ന ഒരു ഇന്റർവ്യൂ ഉണ്ട്. ആ ഇന്റർവ്യൂവിൽ ഇതാണ് എൻ്റെ അമ്മ ചീരൂട്ടിയെ എൻ്റെ അച്ഛൻ കിടക്കുന്ന മുറിക്കകത്തിൽ തന്നെ ആ കട്ടിൽ അമ്മ കിടക്കുന്ന സമയത്ത് ഞാൻ രാത്രി ഇരുന്നിട്ട് വായിച്ചു കൊടുത്താണ് നമുക്കൊരു സപ്ലിമെന്റിനകത്ത്. ഇയാൾ പറഞ്ഞൊരു സംഭവമാണ്, ഒരു വേദനയും എന്നെ ഇന്ന് വരെ അലട്ടിയിട്ടില്ല, നാളെ ഒരു വേദനയും എന്നെ അലട്ടുകയുമില്ല. ഈ പറഞ്ഞിരിക്കുന്ന ഒരാൾ ഹൗ കൻ ഹി ക്ലെയിം ദാറ്റ് ഹി ഈസ് എ മാർക്സിസ്റ്റ്? ഹൗ കൻ ഹി ക്ലെയിം ദാറ്റ് ഹി ഈസ് എ ഹ്യൂമൻ ബീയിങ്? എങ്ങനെ പറയാൻ പറ്റും മിസ്റ്റർ അയ്യപ്പദാസ്? പറയാൻ പറ്റും? നിങ്ങളൊരു അഞ്ചന്റെ സങ്കടം കണ്ടു കഴിഞ്ഞാൽ കരയണം. നിങ്ങളെ എല്ലാവിധ മഹാപാതകങ്ങൾക്കും മഹാമാരണങ്ങൾക്കും സർവ്വതിനും ന്യായീകരിച്ച് പാർട്ടി ആസ്ഥാനത്ത് AKG സെന്ററിൽ വാർത്താ സമ്മേളനത്തിൽ ന്യായീകരിച്ചിരിക്കുന്ന കോടിയേരിയുടെ മരണം വന്നപ്പോ ഈ പറയുന്ന ഈ പുഴുത്ത ജന്മത്തിന് അയാൾക്ക് ഒരു നിമിഷം പോലും അയാൾക്ക് ആലോചിക്കേണ്ടി വന്നില്ലല്ലോ. വൈകുന്നേരത്തെ പിറ്റേ ദിവസത്തെ യൂറോപ്യൻ പര്യടനത്തിന് പോകേണ്ടതാണ്, അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല? ഞാൻ തിരുവനന്തപുരത്ത് കൊണ്ടുപോകേണ്ടതില്ല. തീരുമാനിക്കുകയാണ് തിരുവനന്തപുരത്ത് കൊണ്ടുപോകേണ്ടതില്ല എന്ന്. അങ്ങനെയാണ് തിരുവനന്തപുരത്തെ മരുന്നുകുഴി. ഞാൻ ദീർഘകാലം 12 വർഷക്കാലത്തോളം ഞാൻ താമസിച്ച സ്ഥലമാണ് ഈ പറയുന്ന മരുന്നുകുഴി. എനിക്ക് വളരെ നന്നായിട്ട് അറിയുന്ന സ്ഥലമാണ് മരുന്നുകുഴിയല്ലോ. ആ മരുന്നുകുഴിയിലെ കോടിയേരി എന്ന് പറയുന്ന വീട്ടകത്തേക്ക് പോലും കൊണ്ടുപോകാതെ AKG സെന്ററിനകത്തേക്ക് കൊണ്ടുപോകാതെ നേരെ കൊണ്ടുവരിക. അതുകൊണ്ട് മറ്റൊരു വിഭാഗം ആസ്ഥാനത്ത് പോലും അദ്ദേഹം കൊണ്ടുവന്നില്ല. അതാണ് AKG സെന്ററിലേക്ക് കൊണ്ടുവരാതെ അദ്ദേഹം കൊണ്ടുവരാം. ആരാണ്? കമാൻഡർ ഇൻ ചീഫ് ഇയാളാണ്. ഈ കമാൻഡറിനെ കുറിച്ചാണ് ഈ വീണ ജോർജ് എന്ന് പറയുന്ന കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി എന്ന് പറയുന്ന ഈ പറയുന്ന ആ സ്ത്രീ പറഞ്ഞത്. ഇതിനൊരു കപ്പിത്താനുണ്ട്. ഏത് കപ്പിത്താനോടോ? ആര് കപ്പിത്താൻ? എന്ത് കപ്പിത്താൻ? കപ്പിത്താൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ആടി ഉലയുന്ന കപ്പലിനെ പോലും നയിക്കാൻ കോപ്പുള്ളവനാണ്. ആ ആടി ഉലയുന്ന കപ്പലിനെ പോലും നയിക്കാൻ കോപ്പില്ലാത്തതിന്റെ ഭാഗമാണ് അൻവർ വെടിപൊട്ടിച്ചപ്പോ ഈ പറയുന്ന വില്ലാളി വീരനായിരിക്കുന്ന മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ വാർത്താ സമ്മേളനമല്ല, പത്രക്കാർ ചോദിച്ചപ്പോ അതൊക്കെ ഞാൻ പിന്നീട് പറയാം, നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവാം എന്ന് പറഞ്ഞ് വളിച്ച ചിരിയോടെ തിരിച്ചു പോയത്. പറയണം അൻവറിന്റെ വാർത്താ സമ്മേളനം നടത്താൻ ഇയാൾക്ക് ധൈര്യം ഉണ്ടാവുമോ? ഇതില്ലാതിരിക്കുന്ന ഭീരു, കള്ളൻ, പെരുങ്കളൻ, ആ പെരുങ്കളൻ നടത്തിക്കുന്ന ഏറ്റവും വലിയ കാപട്യപൂർണമായ സംഭവമായിരുന്നു വാസ്തവത്തിൽ ഈ പറയുന്ന കോടിയേരിയോട് കാണിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ചതി. ഇത് രണ്ടാമത്തെ വർഷം നിങ്ങൾ എടുക്കുക. രണ്ടാമത്തെ വർഷം എന്താ പറഞ്ഞാൽ കോടിയേരിയുടെ മകനെതിരെ ഗുരുതരമായ ആരോപണം വന്നു. മകൻ പരപ്പനഗ്രഹാര ജയിലിലായി. കോടിയേരി മാറി. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലോ അത്. ഈ മനുഷ്യന്റെ മകൾക്കെതിരെ ആരോപണം വന്നപ്പോ ഈ മനുഷ്യൻ എന്താണ് ചെയ്തത് ഇയാള്? മകൾക്കെതിരെ ആരോപണം വന്നില്ലേ? ലക്ഷങ്ങളുടെയും കോടികളുടെയും കള്ളത്തറയിലേ വന്നത്. സ്പ്രിംഗ്ലർ അഴിമതി വന്നില്ലേ? ഒരക്ഷരം ഇയാൾ വിചാരിച്ചോ? മാത്യു കുളനാടൻ നിയമസഭക്കകത്ത് ഷാർപ്പ് ഷൂട്ടായിട്ട് ആ സംഭവം ചോദിച്ചപ്പോ ഇയാൾ വരുന്ന വീട്ടിലിരിക്കുന്ന ആളെ കുറിച്ച് പറയുന്ന ഒരു ക്ഷുഭിതനായ ഇയാൾ അല്ലേ? ഇപ്പൊ എന്താ അണ്ണാക്കിൽ വിഴുങ്ങിപ്പോയിട്ടുണ്ടോ ഇയാള്? അവിടെയാണ് ഇയാൾ എന്ത് ചെയ്ത് ഇയാൾ കോംപ്രമൈസ് ചെയ്യാൻ പോകുന്നു. ഇതുപോലുള്ള എല്ലാവിധ ചെറ്റത്തരം വരുമ്പോ ഈ കോടിയേരി എന്ന് പറയുന്ന വലിയ മനുഷ്യൻ ചെയ്തത് എന്താണ്? ഞാൻ സെക്രട്ടറി പദത്തിൽ ഞാൻ മാറി നിൽക്കുകയാണ്. ഇതൊരു പാർട്ടിയോട് കാണിക്കുന്ന ഉത്തരവാദിത്തത്തിന്റെ ഉദാരതമല്ലാതെ അത് അതിന്റെ മഹാമനസ്കതയും മാത്രമല്ല, അങ്ങനെയല്ല, അത് ദാനമല്ല, മറിച്ചതാണ് അത് നിങ്ങളുടെ രാഷ്ട്രീയവും ധാർമ്മികവുമായിരിക്കുന്ന പൊളിറ്റിക്കൽ ഉത്തരവാദിത്വമാണ്. ആ പൊളിറ്റിക്കൽ ഉത്തരവാദിത്വം കാണിക്കാനുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയ സത്യസന്ധതയും ധീരതയും കാണിച്ചു എന്നതാണ് കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറി ഏറ്റവും വലിയ മഹത്വമാടിയാൾ. ഇവിടെ ഈ അരിയത്തിലെ പയഞ്ഞായി എന്ന് പറയുന്ന ഗോവിന്ദനില് 5 തവണ ഗോവിന്ദനിൽ ആലോചിക്കേണ്ടതാണ്. എന്താണ് പാർട്ടി സെക്രട്ടറി? ആരാണ് പാർട്ടി സെക്രട്ടറി? ഗോവിന്ദൻ ആലോചിക്കേണ്ടതാണ്.
ഇവരെ ഈ പറയുന്ന കോടിയേരിയെ ഞാൻ ഒരിക്കലും തന്നെ എം.എൻ. ഗോവിന്ദൻ നായരോ ടി.കെ. ചന്ദ്രപ്പനോ അല്ലെങ്കിൽ വി.എസ്. അച്യുതാനന്ദനോ അങ്ങനെ ഇവിടെ ആളുകാർ കമ്പയർ ചെയ്യുന്നില്ല. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒരു പാർട്ടി സംഘടനാ സംവിധാനം തകർന്നു കഴിഞ്ഞല്ലോ. അത് ഇയാൾ പ്രത്യേകിച്ച് പാർട്ടിക്കകത്ത് സെക്രട്ടേറിയറ്റിനകത്ത് മേൽക്കോയ്മയിൽ വന്നതോടുകൂടി അത്തരം പാർട്ടി സംഘടനാ സംവിധാനം തകർന്നിട്ടുണ്ട്. MBR ആ പാർട്ടിയുടെ സംഘടന സംസ്ഥാന സെക്രട്ടേറിയറ്റിനകത്ത് പോകുന്നതോടെ ആ പാർട്ടിയുടെ രാഷ്ട്രീയവും അതിന്റെ സംഘടനാപരമായിരിക്കുന്ന ആഭ്യന്തര ശക്തിയും അതോടെ തകർക്കപ്പെട്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ തകർക്കപ്പെട്ടത് MBR പോയതിനു ശേഷമാണ് CPM എന്ന് പറഞ്ഞൊരു പാർട്ടിയുടെ സംഘടന അതിന്റെ എന്താ പറയാ അതിന്റെ കരുത്ത് പൂർണ്ണമായി ചോർന്നു പോകുന്നൊരവസ്ഥ. എനിക്ക് നേരിട്ടറിയാവുന്നതും പലരും ഞാൻ മനസ്സിലാക്കിയത് ഒട്ടനവധി ഉദാഹരണങ്ങൾ എന്റെ മുമ്പിലുണ്ട്. പക്ഷെ ഇങ്ങനെയെല്ലാം വരുന്ന ഘട്ടത്തിലാണ് ഈ കോടിയേരി ഇയാൾ എന്തിനായിരുന്നു വാസ്തവത്തിൽ ഈ സംഭവം ചെയ്തതെന്നില്ല. ഒറ്റ വിഷയം മാത്രം, സ്വാർത്ഥൻ. തനിക്കും തന്റെ കുടുംബത്തിനും ഇവിടെ പോകണം, യൂറോപ്യൻ പര്യടനത്തിന് പോകണം. അതിന് എന്റെ പ്രിയപ്പെട്ട സഖാവ് ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി മരിച്ചത് പോലും എനിക്ക് വിഷയമല്ല. മരിച്ചത് പോലും എനിക്ക് വിഷയമല്ല. ഇത് ആലോചിക്കുന്ന ഒരാൾ അയാൾക്ക് എങ്ങനെയാണ് വാസ്തവത്തിൽ ഒരു കേറാണെന്ന് പറയാ. ഇത് പറയാൻ കഴിയാതിരിക്കുന്ന ഉള്ള ഒരു അവസ്ഥയിലേക്ക് പാർട്ടി സംഘടനയെ നയിച്ചു എന്നതാണ് സത്യത്തിൽ ഇയാൾ ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയമായിരിക്കുന്ന അധമത്വം എന്ന് പറയുന്നത്. ആ അധമത്വമാണ് ശരിക്കും തീർന്നതെന്നറിയോ. ഇയാൾ ഇന്നിപ്പോ ഈ പുതിയ പ്രതിസന്ധിയിലേക്ക് മുഴുവൻ കൊണ്ടുവന്നിട്ടുള്ളത്. ആ കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന ഒറ്റ സംഭവം മാത്രമേ ഉള്ളൂ. കോടിയേരി സത്യത്തിൽ എവിടെ ഇപ്പൊ ചിരിക്കുന്നുണ്ടാവും, പയ്യാമ്പലത്ത് കോടിയേരി ചിരിക്കുന്നുണ്ടാവും. എടാ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഞാൻ പരിഹരിക്കുമായിരുന്നില്ലേ? നീ ഇത്ര വഴിവിട്ട് പോകുന്ന അത് മാത്രമല്ല, ഇത്രയേറെ കള്ളത്തരങ്ങൾ സാധനം ചെയ്യുമ്പോൾ അതിനെ ധാർമ്മികത കൊണ്ട് പ്രതിരോധിക്കാനുണ്ടായിരിക്കുന്ന ഒരു കവചം കോടിയേരി സ്വയം നിർമ്മിച്ചു എന്നുള്ളതാണ്. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. കോടിയേരി സ്വയം നിർമ്മിച്ചു എന്നുള്ളതാണ്. ഈ പറയുന്ന മക്കളെല്ലാം തന്നെ കോടിയേരി നാറ്റിക്കുന്നതിന് അത്രയും വലിയ പങ്കരം പറ്റും. അത് വേറെ വിഷയമാണ്. അതിനെ കൃത്യമായിരിക്കുന്ന കുറ്റബോധത്തോടെ മൂപ്പർ ഏറ്റെടുക്കുകയാണ്. ഇത് ഒരു അച്ഛൻ എന്ന നിലയിൽ കോടിയേരി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ സങ്കടം എത്രയായിരിക്കും ആ മനുഷ്യന്റെ സങ്കടം? താഴെ സങ്കടമായിരിക്കുമോ? ഒരു അച്ഛനല്ലേ ആള്, പാർട്ടി സെക്രട്ടറി എന്നുള്ള ആൾക്കട്ടെ, എങ്കിൽ പോലും ജൈവികമായ അദ്ദേഹം ഒരു അച്ഛനല്ലേ, വിനോദിന് അമ്മയല്ലേ. അവർക്കുണ്ടായിരിക്കുന്ന ഒരു മാനസിക വിഷയം എത്രയായിരിക്കും? ഈ മാനസിക വിഷയത്തെ പോലും ധാർമ്മികമായിരിക്കുന്ന ഉത്തരവാദിത്തത്തോടെ ആ സംഭവത്തിനകത്ത് അങ്ങ് മാറ്റി നിർത്തി ഇതിനെ പ്രതിരോധിക്കുന്നതിൽ കോടിയേരി കാണിച്ചിരിക്കുന്ന അസാമാന്യമായിരിക്കുന്ന പാടവം, ഈ അസാമാന്യമായിരിക്കുന്ന പാടവത്തിന്റെ കിലോമീറ്റർ ദൂരത്തിലൂടെ പോകാൻ പറ്റാതിരിക്കുന്ന ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറി. അതോടൊപ്പമോ അന്നുണ്ടായിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് കവചമൊരുക്കിയതുപോലെ ഒരുക്കാൻ കഴിയാതെ തീർത്തും നിരാലംബര ദുർബലമായി പോയിരിക്കുന്ന ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറി. ഈ രണ്ട് സെക്രട്ടറിമാരുടെയും ഈ അധികാര ഘടനയ്ക്കിടയിൽ നിന്ന് വേണം വാസ്തവത്തിൽ കോടിയേരി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ സത്യസന്ധമായി നമ്മൾ വിലയിരുത്തേണ്ടതെന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന സാധനം. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം കൂടിയുണ്ട്. നമ്മൾ സാധാരണ ഇത്തരത്തിലൊരു വിഷയം ഉണ്ടാകുന്നതിന്റെ പബ്ലിക്കിന്റെ ഒരു വികാരമുണ്ട്. കോടിയേരി എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു പബ്ലിക്കിന്റെ വികാരമാണ്. ഞാൻ ആ പാർട്ടിക്കാരനൊന്നും അല്ലല്ലോ. പബ്ലിക്കിന് എനിക്ക് അദ്ദേഹവുമായി വളരെ അടുത്ത വ്യക്തിപരമായ ബന്ധമുള്ള ഒരാളാണ്. എനിക്ക് എന്റെ അച്ഛൻ മരിച്ച ഘട്ടത്തിൽ ദേശാമാനിക്കകത്ത് വലിയ ഒരു ഫുൾ സ്കാപ്പ് സാധനം എഴുതിയത് പോലും ഈ പറയുന്ന കോടിയേരിയാണ് എഴുതിയത്. അതിനകത്ത് പോലും ഞാൻ അതിനുശേഷം പിറ്റേ ദിവസം കോടിയേരിയുടെ വന്നത് ഞാൻ ചോദിച്ചാണ്. അദ്ദേഹം എഴുതിയ സാധനം എന്താന്ന് പറഞ്ഞാല് മകൻ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയപ്പോൾ, അതായത് സെന്റൻസ് സെന്റൻസ് ആവർത്തിച്ച് പറയാം. മകൻ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയപ്പോഴും പാണ്ഡ്യാല പാർട്ടിയുടെ അപ്രതിരോധനായിരിക്കുന്ന സമരനായകനും നേതാവുമായി പാർട്ടിയിൽ തുടർന്നു വന്നു. ഇതാണ് ഇപ്പോൾ ദേശാമാനിൽ ഉണ്ടായിരുന്നത്. ഞാൻ പിറ്റേ ദിവസം, അതായത് 3-ാം ദിവസത്തെ കുഴികൂടൽ സംഭവത്തിനകത്ത് ഇവിടെ കോടിയേരി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. കോടിയേരി വന്നവര് ഞാൻ എന്ത് ചെയ്തത്, ഞങ്ങൾക്ക് സത്യത്തിൽ സങ്കടവും ദേഷ്യവും എല്ലാം ഉണ്ട് എനിക്ക്. ഞാൻ എന്ത് ചെയ്തത്, ഞാൻ ഈ പറയുന്ന ദേശാഭിമാനി എടുത്തിട്ട് നേരെ കൊണ്ടിട്ട് എന്റെ വീടിന്റെ വരാന്തയിൽ നിൽക്കുന്ന കോടിയേരി ഞാൻ ചോദിച്ചു, കോടിയേരി എന്താ ഈ സാധനം എഴുതിയെന്ന് ചോദിച്ചു. അത് കോടിയേരി എന്നോട് പറഞ്ഞ അവിടെ ഇല്ലാമെന്ന് കോടിയേരിന്റെ ഒരു വലിയ മാന്യത എന്റെ പുറത്ത് തട്ടിയിട്ട് ഞാനിങ്ങനെ അദ്ദേഹം ഇരുന്നിട്ടല്ലേ, ഞാനിങ്ങനെ മണങ്ങിയിട്ടല്ലേ ചോദിക്കുക, അല്ല ചുമല് തട്ടിയിട്ട് പറഞ്ഞെന്താണ്, എടോ പാർട്ടിയാണിത്, ഞാൻ എന്താണ് എഴുതുക? അതാണ് ഒരു സെക്രട്ടറി. അദ്ദേഹം പറഞ്ഞ സാധനം ഇത്. പിന്നെ എനിക്ക് പറയാനൊന്നുമില്ല. ഞാൻ സത്യത്തിൽ പതറിപ്പോയി. ഞാനത് ഇങ്ങനെ ഇത്ര ഒരാളെ ടച്ച് ചെയ്ത് സംസാരിക്കാൻ കഴിയുന്ന, മൊമെന്റിൽ സംസാരിക്കാൻ കഴിയുന്ന ഒരാളായി അദ്ദേഹം ഉയരുമ്പോഴാണ് അദ്ദേഹം ഈ പ്രസ്ഥാനത്തിന്റെ ഒരു വലിയ എസറ്റായിരുന്നു എന്ന് പറഞ്ഞാടിയാണ്. ഒരുപാട് വിഷയങ്ങൾക്ക് അത് അതെല്ലാം വേറെ വിഷയമാണ്. പക്ഷേ ഒരു പ്രാഥമികമായ ഒരു അർത്ഥത്തിൽ അദ്ദേഹം ഒരു ഒന്നൊന്നര പാർട്ടിയുടെ സംഘാടകരും നേതാവും ആയിരുന്നു എന്ന് നിസ്സംശയം നമുക്ക് പറയാവുന്നതാണ്.
ഈ വരുന്ന ഒരു ചിത്രത്തിനകത്താണ് സത്യത്തിൽ നമ്മൾ ഇന്ന് ഈ പറയുന്ന ഒരു സംഭവത്തെ വിലയിരുത്തേണ്ടതാണ് എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. മിസ്റ്റർ അയ്യപ്പദാസ്, എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ചേട്ടാ, ചേട്ടന് ഒരു വേള കോടിയേരി എന്ന സംസ്ഥാന സെക്രട്ടറിയെ വീണ്ടും ഓർമ്മിപ്പിച്ചു. വളരെ വളരെ വികാരത്തോടെയാണ് നിങ്ങൾ സംസാരിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കോടിയേരിയോടുള്ള നിങ്ങളുടെ ആത്മാർത്ഥമായ സ്നേഹം. ഏതായാലും ചേട്ടൻ പറഞ്ഞ പോലെ കോടിയേരി പയ്യാമ്പലത്ത് ചിരിക്കുകയായിരിക്കുമോ, എനിക്ക് ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞ് ചിരിക്കുകയായിരിക്കുമോ എന്ന് നമുക്ക് തോന്നാം. എന്തായാലും ചേട്ടാ, സംസാരിച്ചതിൽ വളരെ സന്തോഷം. താങ്ക് യു ചേട്ടാ, ഞാൻ വിളിക്കാം. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ 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 ഓക്കെ.